പിണറായിക്ക് ശേഷം CPM-ൽ ആര് എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. അത് കാരണം പിണറായി അത്രയധികം ഇനി എത്ര തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹത്തിന് നേരിടാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ചോദ്യം. അല്ല, അത് അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം ഇല്ലെങ്കിൽ ആ പാർട്ടി ഒരു ശൂന്യത പോലെ പെട്ടെന്ന് തോന്നും. വേറെ ലീഡർഷിപ്പൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്നാലും ഇന്ന് ജനങ്ങൾ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ചില അവതാരങ്ങൾ, അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ പറഞ്ഞു, എനിക്ക് കുറേ അവതാരങ്ങളൊക്കെ വരും, അതൊന്നും എൻ്റെ അടുത്ത് വേണ്ട. പക്ഷെ ആ അവതാരങ്ങളെല്ലാം ഇപ്പോഴും അവിടെ ഉണ്ട്. അതിൻ്റെ ചില ന്യൂനതകളാണ് വല്ലപ്പോഴുമൊക്കെ നമ്മൾ കേൾക്കുന്നത്. അത് അദ്ദേഹം അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിനോട് CPM-ൻ്റെ പാർട്ടി കമ്മിറ്റികളിൽ ധീരമായിട്ട് എഴുതിച്ചെന്ന് സഖാവ് പിണറായി നിങ്ങളെടുത്ത നിലപാട് ശരിയല്ല, നിങ്ങളങ്ങനെ എടുക്കരുത് എന്ന് പറയാൻ ആരുമില്ല എന്നുള്ളതാണ് അന്ന് പറയുന്നത്. ആരില്ല, ഒരാൾ അതിനകത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം മുഖ്യമന്ത്രിയാണ് പാർട്ടിയുടെ അവസാന വാക്ക്. പാർട്ടിയിലും മുഖ്യമന്ത്രിയുടെ ഗോവിന്ദൻ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല എന്നുള്ളതാണോ? ഗോവിന്ദൻ സെക്രട്ടേറിയറ്റിനകത്തും സംസ്ഥാന കമ്മിറ്റിക്കകത്തും അടക്കം ഗോവിന്ദന്റെ ഒരു റോളും കാര്യമായി ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ റോളല്ല. ഗോവിന്ദൻ്റെ റോള് പാർട്ടി സെക്രട്ടറിയുടെ റോള് തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രിയാണ് അവസാന വാക്ക്. മുഖ്യമന്ത്രിയെ കറക്റ്റ് ചെയ്യാൻ, തിരുത്താൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഘടന അനുസരിച്ച്, പാർട്ടി ഘടനയും ബയലേക്ക് അനുസരിച്ച് പാർട്ടി കമ്മിറ്റി പറയണതാണ് ചെയ്യേണ്ടത്. അതായത് പണ്ടൊരിക്കൽ ആരോ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മുഖ്യമന്ത്രിയെ വെച്ചിരിക്കുന്നത് തന്നിഷ്ടം പോലെ പോകാനല്ല, പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കണം. അങ്ങനെ പറയാൻ ഇന്ന് CPM-ൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവാം, ഇല്ലാതില്ല. പക്ഷെ പ്രകടമായി പിണറായി വിജയനെ നമ്മൾ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ബഹുമാനിയൊക്കെ ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം ഒരു മനുഷ്യനാണ്. മനുഷ്യസഹജമായ എല്ലാ ബുദ്ധിമുട്ടുകളും കാണും. ആ ബുദ്ധിമുട്ടുകൾ അധികാരത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല, അത് അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള ഒരു പാർട്ടിയും പാർട്ടി ഘടകവും പാർട്ടി നേതാക്കന്മാരും വേണം, സീനിയറായിട്ടുള്ള. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഓരോ ദിവസം കഴിയുന്തോറും ആ കേസിനകത്ത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും വസ്തുതകളും ഒക്കെ പുറത്തു വരികയാണ്. ഈ കേസിൻ്റെ ദിശ ഇനി എങ്ങനെയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്? അതോടൊപ്പം ഈ മുൻ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷന്മാരെ അടക്കം ഇപ്പോൾ പ്രതിക്കൂട്ടിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ജയിലിൽ പല ഉന്നത സ്വാധീനങ്ങളുള്ള ആളുകൾ പോലും ഇപ്പോഴും കിടക്കുന്നു. ഇതിനി എവിടെ എത്തി നിൽക്കും എന്നുള്ളതാണ് അങ്ങയുടെ ഒരു നിരീക്ഷണം. ഞാൻ ശബരിമല സംഭവത്തിൽ ആദ്യം മുതൽ ഞാനത് വാച്ച് ചെയ്യുന്നുണ്ട്. അതിൽ പല ആളുകളുമായിട്ട് എനിക്ക് നല്ല ബന്ധവുമുണ്ട്. എൻ്റെ സുഹൃത്തുക്കളാണ് അവരെല്ലാം. ഈ വാസു ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ ഗുരുദാസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു വാസു. അത് കഴിഞ്ഞ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി, ദേവസ്വം ബോർഡ് കമ്മീഷണറായി. അദ്ദേഹത്തിന് അന്നൊന്നും ഞാൻ ഇങ്ങനെ ഒരു കേസിൽ കുരുങ്ങുമെന്നും കുഴപ്പമാണെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. നമ്മുടെ പത്മകുമാർ എനിക്ക് വളരെ അടുപ്പമുള്ളൊരുത്തരാണ്. അയാൾ വളരെ നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു. ശബരിമല കുടുംബമായിട്ടൊക്കെ ബന്ധമുള്ളതാണ്. അദ്ദേഹമാണ് അത് രണ്ടാമത്തെ വന്നിരിക്കുന്ന ആൾ. പിന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിമാർ, അതുപോലെ മെമ്പർമാർ, ഇതൊരു പ്രത്യേക ഐഡൻറ്റിറ്റിയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഒരു ഓവറാൾ സൂപ്പർവിഷൻ നടത്താം, നയപരമായ കാര്യങ്ങളിൽ ഇടപെടാം, ബോർഡിനെ ഉപദേശിക്കാം, അതെല്ലാം ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റുണ്ട്. ഗവൺമെൻറ് ഭാഗം തന്നെയാണ് ദേവസ്വം ബോർഡ്. അല്ല എന്ന് പറയുന്നത് ഓട്ടോണമസ് ബോഡിയാണ് എന്നൊന്നും സംസ്കാരം പറഞ്ഞൊരു കാര്യമില്ല. പക്ഷേ ഈ കൊള്ള ഇന്ന് ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു പ്രശ്നമാണ്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.